മൺട്രോത്തുരുത്ത് എസ്വളവാണ്. അതിരാവിലെ 6-6:30 മണിക്ക് ഇതേ രണ്ട് ചേട്ടന്മാർ തുഴഞ്ഞു വരുവാണ്. ഇല്ല പെട്ടെന്ന് പോരട്ടെ. ഓഹോയ് 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 ഞാൻ പറഞ്ഞ മീൻ കണ്ട് ഞെട്ടിതേ. എന്നാ സാധനം നോക്കിയ നല്ല കിടിലൊരു ചെമ്പല്ലിയും പിന്നെ കൂടെ കുറെ ആൾക്കാരും കണമ്പുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, പൊടിമീനുണ്ട്. എന്നാ സാധനം. ഈ രണ്ട് കാല് മാത്രമല്ല, കാലിന് മേലൊരു തലയുണ്ട് കേട്ടോ. ആ ചേട്ടന്റെ ഇരിപ്പുണ്ട്. വെളുപ്പിന് ഒരു 4-4:30 മണിക്ക് കായലിൽ ഇറങ്ങിയതാണ്. തണുത്ത് വിറങ്ങിൽ ചങ്ങനെ ഒരു ഇരിപ്പ്. അപ്പത്തേക്ക് ദാസേട്ടൻ വില പറഞ്ഞു തുടങ്ങി കേട്ടോ. വില പറഞ്ഞ് ഞെട്ടി. കാര്യം ഇത് കച്ചവടമല്ല, അതൊരു സ്നേഹമാണ്. എല്ലാം പുള്ളിയുടെ സുഹൃത്തുക്കളാണ്. എടാ നീ കൊണ്ടുപോ, നിനക്ക് എത്ര വേണം? ആ കൂട് എന്നാ എന്ന് പറഞ്ഞിട്ടൊരു റേറ്റ്. വിഷം അടിക്കാത്ത നല്ല കിടിലം മീനല്ലേ ഇതേ. ആ കൊഞ്ചുകൂട്ടെന്ന് ചാടിയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചമ്പല്ലിക്കുട്ടനെന്ന് അനക്കുന്നുണ്ട്. കരിമീൻ കുട്ടിയോ ഇതേ കണ്ണിറുക്കി നോക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു തീരുന്ന മുമ്പേ ദാസേട്ടൻ അതെല്ലാം കവറി വാരി തുടങ്ങി കേട്ടോ. വിലയൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. നീ നല്ല വിഷം അടിക്കാത്ത നല്ല നാടൻ കഷ്ടമുടിക്കായുള്ള മീനാ അത്. കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. മീൻ ആരാ വാങ്ങിയെന്നറിയണ്ടേ? നമ്മളെ സ്വന്തം ജവാൻ റെസ്റ്റോറന്റിലെ ചേട്ടനാ. ചേട്ടാ ചെമ്പല്ലി ഒന്ന് എടുത്തോട്ടേന്ന് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. ദേ എങ്ങനുണ്ട് മുതല്? 101% പ്യുവർ നല്ല കിടിലം കായുള്ള ചെമ്പല്ലി. മൺട്രോ എസ്വളവിലെ ഏറ്റവും കിടിലം ടേസ്റ്റ് ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് നമ്മളെ ജവാൻ റെസ്റ്റോറന്റ്. ഇല്ല പിന്നെ സമയം കളയാതെ ഒരു ഉച്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് റെസ്റ്റോറന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടിലം ചെമ്പല്ലി ഫ്രൈ കഴിക്കാം. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, അവിടുത്തെ വിഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണും മനസ്സും ഒക്കെ നിറയും. അയ്യോ നമ്മളെ ദാസേട്ടനെ മറന്നുപോയി. ദാസേട്ടൻ ദേ ബാക്കി കൊഞ്ചും ആ പൊടിമീനും എല്ലാം കൂടെ ദേ ഒരു കവറിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുക. എല്ലാം കൊണ്ടുപോയി ഒന്നീ തല്ലി കൊല്ലണം, അല്ലേ വെടിവെച്ച് കൊല്ലണം. ദേ ഇത്രയും സാധനം എല്ലാം കൂടെ എത്ര രൂപയെന്ന് വല്ല ബോധം വല്ലതും ഉണ്ടോ? ഈ മരുന്നടിക്കാത്ത പെട്ടെന്ന് കൊണ്ട് വാരിയിട് കേട്ടോ. സമയമില്ലെന്നേ, വീഡിയോ തീരാൻ പോവാണ്. എല്ലാം കൂടെ എത്ര രൂപയെന്ന് നോക്കേ? 100 രൂപ കൊടുത്തോളൂ. 100 രൂപ കൊടുത്തോളൂ എന്നുള്ളതല്ല, 100 രൂപ മതി ദാസേട്ടന്. സന്തോഷത്തോടു കൂടി കഥയും പറഞ്ഞ് വള്ളം വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി. നമ്മളെ വിറങ്ങലിച്ചിരുന്ന ചേട്ടൻ വീണ്ടും വള്ളം എടുത്തു തുടങ്ങി. വള്ളം ഒതുക്കിയതല്ല കേട്ടോ, അടുത്ത റൗണ്ട് വല വീശാൻ ഇറങ്ങുവാണ്. ഇതിന്റെ റേറ്റ് ഇതൊന്നും അല്ലെന്ന് നമുക്കറിയാം, പക്ഷെ ഇതൊരു സ്നേഹമാണ്. മൺട്രോത്തുരുത്തുകാരൻ നന്മയാണ്. അല്ലെ അധ്വാനിച്ചതിന്റെ ഒരു വിഹിതം തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോക്കുന്ന പോക്കാണ് നമ്മൾ ഈ കാണുന്നത്. എന്നൊക്കെ എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചാലും അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാര്യം ഇത്രയും മരുന്നടിച്ച മീനുകൾ കഴിക്കുമ്പോൾ ഇതുപോലെ നമ്മളെ ദൈവം തന്ന കായലിലെ പൊന്നുവാരി നമുക്കിങ്ങനെ നമ്മളെ കൈവെള്ളയിലേക്ക് കൊണ്ടുതരുന്ന ഈ ദാസേട്ടനെയും കൂട്ടരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ടൂക്കി നമ്മൾ രാവിലെ എസ്വളവി ചെല്ലുക, ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ദാസേട്ടൻ അവിടെ ഉണ്ട്. അവര് പറയുന്ന വിലയ്ക്ക് വാങ്ങിച്ച് നമ്മളെ മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കടാവേ. നല്ല മീൻകറി അങ്ങോട്ട് അവർ കൂട്ടി കഴിക്കട്ടെ. ഈ ഒരു ലൈക്കും ഷെയറും അടിച്ചിട്ട് ദേ എസ്വളവിലേക്ക് വിട്ടു. ഞാനും ഇവിടെ ഉണ്ടാവും.